ശ്രീജിത്ത് കുറച്ചുകൂടി പിന്നിലേക്ക് പോയാൽ പണ്ട് വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ഒരു സി പി നാരായണൻ അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായി പാർട്ടി നിയമിച്ചിരുന്നു. അത് വി എസ് അച്യുതാനന്ദന്റെ എതിർപ്പ് അവഗണിച്ചാണ് എന്ന തരത്തിൽ ചില സൂചനയൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ആ കാലം കഴിയുന്നുണ്ട്. ഇവിടെ 100% മുഖ്യമന്ത്രി പിണറായി വിജയന്റെ താല്പര്യം തന്നെ ഇവിടെ നടപ്പാകുന്നു. അദ്ദേഹം ഒരുപക്ഷെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അദ്ദേഹത്തിന് ഇപ്പോൾ കെ രാഗേഷ് ജില്ലാ സെക്രട്ടറി ആവുന്ന നിർദ്ദേശം ഉണ്ടാവുന്നത് പോലെ ഈ പറയുന്ന പ്രദീപ് കുമാറിന്റെ പേര് മുഖ്യമന്ത്രി തന്നെ നിർദ്ദേശമാണ് എന്ന് വേണമെങ്കിൽ കരുതാം. ശ്രീജിത്ത്, മുഖ്യമന്ത്രി തന്നെ തിരഞ്ഞെടുത്ത പേരാണ് പ്രദീപ് കുമാറിൻ്റേത്. പാർട്ടി സംസ്ഥാന സെക്രട്ടറിനെ അറിയിച്ച് ഒരുപക്ഷെ അംഗീകാരം നൽകുന്ന നടപടികൾ ഉണ്ടായിട്ടുണ്ടാകും. എന്നാൽ തീരുമാനം മുഖ്യമന്ത്രിയുടെ തന്നെയാണ്. മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി പ്രദീപ് കുമാർ വരണമെന്നുള്ള തീരുമാനം മുഖ്യമന്ത്രിയുടെ ചോയ്സ് അനുസരിച്ച് വന്ന തീരുമാനമാണെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പാർട്ടിയുടെ അംഗീകാരം വാങ്ങുക എന്ന സാങ്കേതിക നടപടിക്രമങ്ങളൊക്കെ തന്നെ ഇന്നലത്തെ സംസ്ഥാന സെക്രട്ടറിയിൽ പൂർത്തീകരിച്ചു എന്നാണ് നമുക്ക് പ്രാഥമിക അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ ഹാഷ്മി സൂചിപ്പിച്ച പോലെ 2006-11 കാലത്തെ വി എസ് സർക്കാരിൽ അന്ന് ആദ്യം പൊളിറ്റിക്കൽ സെക്രട്ടറിയായി നിയോഗിതനായത് ഇപ്പോഴത്തെ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ആയിരുന്നു. ബാലഗോപാൽ രാജ്യസഭാംഗമായപ്പോഴാണ് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് ചിന്തയുടെ പത്രാധിപരായിരുന്ന സി പി നാരായണനെ ചുമതലപ്പെടുത്തിയത്. അന്ന് മുഖ്യമന്ത്രിയുടെ ആയിരുന്ന വി എസ് അച്യുതാനന്ദന്റെ താല്പര്യം അവഗണിച്ചുകൊണ്ടായിരുന്നു ആ തീരുമാനം വന്നത്. എന്നാൽ മുഖ്യമന്ത്രി വി എസ് അക്കാലത്ത് ആ തീരുമാനത്തിന് വഴങ്ങി അതിനോട് പൊരുത്തപ്പെട്ട് മുന്നോട്ട് പോവുകയായിരുന്നു. എന്നാൽ പിണറായി വിജയന്റെ കാലത്ത് അത്തരത്തിൽ പാർട്ടിയും സർക്കാരും തമ്മിൽ ഒരു ഭിന്നതയില്ല. പാർട്ടിയും സർക്കാരും ഏതാണ്ട് യോജിപ്പോട് പോകുന്ന നല്ല കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ താല്പര്യങ്ങൾ, അദ്ദേഹത്തിന്റെ ചോയ്സസ് അനുസരിച്ചുള്ള തീരുമാനങ്ങൾക്ക് പാർട്ടി എപ്പോഴും പച്ചക്കൊടി വീശുന്നതാണ് നമ്മൾ കണ്ടുവരുന്നത്. ശ്രീജിത്ത്, ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ഇരിക്കുന്ന ആളുകളുടെ എന്താണ് ഒരു രീതി അനുസരിച്ച് ആ ഓഫീസ് ഏത് രീതിയിൽ കൂടുതൽ ചലനാത്മകമാവുന്നു എന്ന കാര്യം നമ്മൾ എം വി ജയരാജൻ്റെ കാലത്തൊക്കെ കണ്ടതാണ്. ഏത് രീതിയിലാണ് ഇടപെടലുകൾ ഉണ്ടാവുന്നത്, ഏത് രീതിയിൽ അത് ജനത്തിന് കൂടുതൽ ആക്സസ് ആവുന്നു എന്നൊക്കെ നമ്മൾ കണ്ടതാണ്. പ്രദീപ് കുമാറും അത്രത്തോളം ജനകീയനാണ്, ജനങ്ങൾക്കിടയിൽ നിൽക്കുന്ന ആളാണ്, സൗമ്യനാണ് എന്ന് പറഞ്ഞാൽ അടിമുടി ജനകീയനായ മനുഷ്യനാണ് പ്രദീപ് കുമാർ. അപ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് വരുന്നത് തെരഞ്ഞെടുപ്പ് എടുക്കുന്ന കാലത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ആഴഡ് അഡ്വാൻറ്റേജ് ആണ് എന്ന് വിലയിരുത്താം. ശ്രീജിത്ത്, തീർച്ചയായും ഹാഷ്മി, അതുതന്നെയാണ് പ്രദീപ് കുമാറിന്റെ നിയമനത്തിലൂടെ മുഖ്യമന്ത്രിയും പാർട്ടിയും ഒക്കെ ലക്ഷ്യമിടുന്നത്. പ്രദീപ് കുമാർ വളരെ ജനകീയനായ ഒരാളാണ്, ആളുകളോട് വളരെ നന്നായി ഇടപെടുന്ന ഒരാളാണ്, വളരെ ഏറ്റവും സമഭാവനയോടുകൂടി ആളുകളെ കാണുന്ന ആളാണ്. അത്തരത്തിൽ ആളുകളെ കൂട്ടിയോജിപ്പിക്കാനും ആളുകളെ സംഘടിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനും കഴിവുള്ള ഒരാളെ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് നിയോഗിക്കുമ്പോൾ, അതും അവസാന വർഷം എന്ന നിർണായകമായ ഘട്ടത്തിൽ നിയമിക്കപ്പെടുമ്പോൾ, അത് എം വി ജയരാജൻ്റെ കാലത്തെ പോലെ വളരെ ഫലപ്രദമായ ഒരു ഇടപെടലിന് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് കഴിയുന്ന തരത്തിലുള്ള തീരുമാനമായി മാറുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഹാഷ്മി സൂചിപ്പിച്ച പോലെ എം വി ജയരാജൻ മുഖ്യമന്ത്രി പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന കാലത്ത് രാഷ്ട്രീയമായും ഒപ്പം തന്നെ ഭരണപരമായ കാര്യങ്ങളിലൊക്കെ തന്നെ വളരെ വ്യക്തമായ ഒരു ക്ലാരിറ്റി പലപ്പോഴും തീരുമാനങ്ങൾക്ക് നൽകാൻ അത് എം വി ജയരാജനോട് ചോദിച്ചാൽ ആ ക്ലാരിറ്റി മാധ്യമങ്ങൾക്കാണെങ്കിലും മറ്റുള്ളവർക്കൊക്കെ ആണെങ്കിലും ലഭിക്കുമായിരുന്നു. അതേ ഒരു ക്ലാരിറ്റിയോടെ കാര്യങ്ങളെ സമീപിക്കാനും ആ ക്ലാരിറ്റിയോടെ ആശയവിനിമയം നടത്താനും ഒക്കെ കഴിവുള്ള ആളാണ് പ്രദീപ് കുമാർ. അതുകൊണ്ട് തന്നെ പ്രദീപ് കുമാറിൻ്റെ നിയമനം ഈ അവസാന വർഷക്കാലത്ത് സർക്കാരിന് വലിയ, പ്രത്യേകിച്ചും മുഖ്യമന്ത്രി ഓഫീസിന് മുതൽക്കൂട്ടാകുമെന്ന കാര്യം ഉറപ്പാണ്. ഈ അവസാന വർഷത്തേക്ക് സർക്കാരിൻ്റെ മുഖം കൂടുതൽ ജനകീയമാക്കാനുള്ള നിർണായകമായ നടപടികളുമായി CPM മുന്നോട്ട് വരികയാണ്. ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുന്ന തീരുമാനങ്ങൾ ഉണ്ടാകും, ഒപ്പം തന്നെ ഭക്ഷ്യക്കിറ്റ് നൽകുന്ന തീരുമാനങ്ങളൊക്കെ തന്നെ വരാനിരിക്കുന്നു. അത്തരം തീരുമാനങ്ങളെയൊക്കെ ഏകോപിപ്പിക്കേണ്ടതും അത് ഫലപ്രദമായി നടപ്പിലാക്കേണ്ടതും ചുമതല മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ ഭരണ സംവിധാനങ്ങൾക്ക് ചരട് കടിഞ്ഞാൻ കയ്യിലെത്തുന്ന പ്രൈവറ്റ് സെക്രട്ടറിക്കാണ്. അതുകൊണ്ട് തന്നെ പ്രദീപ് കുമാറിൻ്റെ നിയമനം ഒരു മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ഇതുവരെ ഇല്ലാത്ത തരത്തിലൊരു ജനകീയ മുഖം നൽകും എന്ന കാര്യം ഉറപ്പാണ്. ശ്രീജിത്ത്, നേരത്തെ ഈ പറയുന്ന പാർട്ടിയുടെ കീ പൊസിഷനിലൊക്കെ കണ്ണൂരിൽ നിന്നുള്ള നേതാക്കൾ വരുന്നു എന്ന് ജില്ലാ സമ്മേളനങ്ങളിൽ വിമർശനം ഉയർന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ വന്നതാണ്. ഒരു പരിധിവരെ ശരിയുമാണ്. ഒരുപക്ഷെ ആ വിമർശനങ്ങൾ കൂടി പശ്ചാത്തലത്തിലാകുമോ? നേരത്തെ പറഞ്ഞു കേട്ടിരുന്നത് കണ്ണൂരിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ ഏറ്റവും വിശ്വസ്തനായ ഒരു നേതാവ് അല്ലെങ്കിൽ ഏതെങ്കിലും നേതാവ് ആ ഓഫീസിലേക്ക് വരുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ ഈ വിമർശനം കൂടി കണ്ണൂരിന് പുറത്ത് ഒരാൾ എന്നുള്ള നിലയ്ക്ക് പ്രദീപ് കുമാറിൻ്റെ പേര് തിരഞ്ഞെടുക്കാൻ CPM-നെ പ്രേരിപ്പിച്ചിട്ടുണ്ടാകുമോ? ശ്രീജിത്ത്, തീർച്ചയായും കണ്ണൂരിലേക്ക് അധികാരം കേന്ദ്രീകരിക്കുന്നു എന്ന വിമർശനം നാളുകളായി CPIM-നകത്തുള്ളതാണ്. ഭരണം വന്നാലും പാർട്ടിയുടെ ആസ്ഥാനമായ AK സെൻട്രലാണെങ്കിലും ഒക്കെ തന്നെ കണ്ണൂരുകാരായ നേതാക്കളെയും പ്രവർത്തകരെയും കൊണ്ട് നിറച്ചിരിക്കുന്നു എന്ന വിമർശനം ഇതര ജില്ലകളിലെ ആളുകൾ ഒളിഞ്ഞും തെളിഞ്ഞും പങ്കുവെക്കാറുണ്ട്. ഇത്തവണത്തെ കൊല്ലം സംസ്ഥാന സമ്മേളനത്തിൽ പത്തനംതിട്ടയിൽ നിന്നുള്ള ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PB ഹർഷകുമാർ അക്കാര്യം തുറന്നടിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെയാണ് ഈ ചർച്ചകൾക്ക് മറുപടി പറയുമ്പോൾ MV ഗോവിന്ദൻ പുത്തലത്ത് ദിനേശൻ്റെ ഉദാഹരണം ചൂണ്ടിക്കാണിച്ച് എല്ലാവരും കണ്ണൂർക്കാരല്ല എന്ന മറുപടി പറയുകയും ചെയ്തത്. എന്നാൽ പ്രദീപ്
കുമാറിനെ തിരഞ്ഞെടുക്കുമ്പോൾ അത് കണ്ണൂരിന് പുറത്തുള്ളൊരു നേതാവാണ് എന്ന പരിഗണന കൂടി ആ തീരുമാനത്തെ സ്വാധീനിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം എന്നാൽ മലബാറിൽ നിന്നുള്ളൊരു നേതാവാണ്, ജനകീയ മുഖമുള്ള നേതാവാണ്, ജനങ്ങൾക്ക് അംഗീകാരമുള്ള ആളാണ്, വളരെ ഫലപ്രദമായും സൗമ്യമായും കാര്യങ്ങൾ നിർവഹിക്കാനും ഉള്ള ശേഷിയും മറ്റുമുള്ള ആളാണ് എന്നതും പ്രദീപ് കുമാറിനെ ഇത്തരമൊരു ചുമതലയിലേക്ക് നിയോഗിക്കാൻ പ്രേരണയായിട്ടുണ്ട്, അതിനുള്ള കാരണമായിട്ടുണ്ടെന്ന കാര്യത്തിൽ തർക്കമില്ല. ഓക്കെ, ശ്രീത്താണ് ആ വാർത്ത കേരളത്തെ അറിയിച്ചത്. പ്രദീപ് കുമാർ ആണ് മുഖ്യമന്ത്രിയുടെ പുതിയ പ്രൈവറ്റ് സെക്രട്ടറി, പുതിയ നിയമനമാണ്. പ്രദീപ് കുമാർ പേര് അങ്ങനെ ഒരുപക്ഷെ മറ്റു പല പേരുകളും, പല ഉദ്യോഗസ്ഥരുടെ പേരുകളടക്കം വേണുവിൻ്റെ പേരടക്കം പറഞ്ഞു കേട്ടിരുന്നെങ്കിലും പ്രദീപ് കുമാറിൻ്റെ പേര് ഒരു ഘട്ടത്തിൽ പറഞ്ഞു കേട്ടിരുന്നില്ല. അപ്പോൾ എന്തായാലും പ്രദീപ് കുമാർ എന്ന ഏറെ ജനകീയനായ ഒരു നേതാവ് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആകുന്നു, മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് എത്തുന്നു.